എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വ്ലോഗാണ്. ഇന്ന് എന്നെ കോണ്ടന്റ് ക്രിയേറ്റർ മീറ്റപ്പിന് ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുകയാണ് ബാർക്കിങ്ങിൽ. സോ എന്താണ് അവിടെ നടക്കാൻ പോകുന്നത്, ആരൊക്കെ നമുക്ക് കാണാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് കാണാൻ കമാൻ. അങ്ങനെ ഞാൻ ബാർക്കിംഗ് റിവേഴ്സ് സൈഡ് എത്താറായി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, കാരണം ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഒരു ക്രിയേറ്റീവ് മീറ്റപ്പിന് പോകുന്നത്. ഇതാണ് സ്ഥലം, നല്ല കാമായിട്ട് വൈബായിട്ടുള്ള സ്ഥലമാണ്. ക്രിയേറ്റേഴ്സൊക്കെ എത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ പറയണം ഗൈസ്. ആദ്യം വന്ന ക്രിയേറ്റേഴ്സിനൊക്കെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. ഞാൻ മിസ്ന ഷെഫി, ഞാനും ഇക്കാക്ക ഷെഫീക്കും ഞങ്ങൾ ഒരുമിച്ചാണ് വീഡിയോസ് ചെയ്യണം. അപ്പോൾ ട്രാവലിങ്ങും പിന്നെ കുക്കിംഗ് ഒഴിച്ച് ബാക്കിയെല്ലാം എൻ്റെ ചാനലിലുണ്ടാവും. എൻ്റെ പേര് ഷബ്നം. ഞാൻ ശരിക്കും പറഞ്ഞ ഒരു യൂട്യൂബറാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും യൂട്യൂബറാണ്. ഞങ്ങൾ കുറച്ചായി ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നിട്ട് അപ്പോൾ അതിലിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് കപ്പിൾ കണ്ടൻസ് ആണ്, പിന്നെ ഡാൻസ്, ഫുഡ് വ്ലോഗ് എല്ലാം ഉണ്ട്. ഹായ്, ഞാൻ രാജ്, മല്ലു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറാണ്. അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു ചാനലാണ് UK മല്ലു എന്ന് പറഞ്ഞ ചാനൽ. കൂടുതലും ഇൻഫോർമേറ്റീവ് വീഡിയോസും അങ്ങനെ സംഭവങ്ങളൊക്കെയാണ്. എൻ്റെ പേര് ജിംസ് എന്നാണ്. നിങ്ങളുടെ പേരൊക്കെ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരു സാധാരണ മനുഷ്യൻ. ചാനലിൻ്റെ പേരും അത് തന്നെയാണ്, ജിംസൺ ചിറ്റലപ്പള്ളി തന്നെയാണ്. ഷാനവാസ് റഷീഖാൻ എന്നാണ് എൻ്റെ പേരിൻ്റെ പേര്. ഫുഡിൻ്റെയൊക്കെ റീലിടലുണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും. ഷാലിനെ എല്ലാവർക്കും അറിയാം, ഇപ്പൊ ജെഫീനെ എല്ലാരും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. രണ്ടരയുടെ അടിപൊളി കപ്പിൾ വ്ലോഗൊക്കെ ആയിട്ട് വീഡിയോയിൽ ഞാൻ സംസാരിക്കണം കണ്ടിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഷബ്നം മതി. ഇതാണ് എൻ്റെ ഹസ്ബൻഡ്. അത് ഇൻസ്റ്റ തുടങ്ങുന്നുണ്ട്, ടാറ്റു ഒക്കെ ഉണ്ട്. നോക്കട്ടെ, ഇതുകൊണ്ടാണ് ഭൂതമായി. അല്ല, ഇത് പേരിട്ടതിന് ശേഷമാണ് ടാറ്റു എടുത്തത്. പിന്നെ അത് ഭൂതമായിട്ട് എല്ലാരും അറിയാൻ തുടങ്ങി. നമ്മുടെ മെയിൻ സ്പോൺസർ അമൽ ബ്രോ. ബ്രോയ്ക്ക് എന്താണ് ഈ ഒരു മീറ്റപ്പ് നമുക്ക് തന്നെ അറേഞ്ച് ചെയ്ത് തന്നതിൽ എന്താണ് പറയുന്നത്? ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് പേരെ കാണാൻ പറ്റി അല്ലേ? അതെ അതെ. എന്താണ് പറയാൻ? ഇതാണ് നീരജ അമോസ്. നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു മുഖമാണ്. അതെ അതെ, താങ്കൾ ഭയങ്കര ഫേമസ് ആണ്. എല്ലാ ദിവസവും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഒരു കുട്ടിയാണ്. ആദ്യത്തെ പരിപാടി തന്നെ രജിസ്ട്രേഷൻ ആയിരുന്നു. അപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ഓറഞ്ച് ടാഗ് തരും, നമ്മളെ പേര് എഴുതിയ. അത് കഴിഞ്ഞിട്ട് ആഫിൻ കണക്ട് സ്പോൺസർ ചെയ്യുന്ന ഒരു ഗിഫ്റ്റ് പാക്ക് ഉണ്ടായിരുന്നു. ഓരോ ക്രിയേറ്ററിനും ഓരോ ഗിഫ്റ്റ് പാക്ക് ഉണ്ടായിരുന്നു. അതിനകത്ത് ഇലക്ട്രിക് ഐറ്റംസ്, പിന്നെ കോഫി മഗ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ പിന്നെ അത് കാണിച്ചു തരാം. ഇനിയാണ് നമ്മുടെ മെയിൻ സംഭവം. ഒരു വെൽക്കം ഡ്രിങ്കും 2 സ്റ്റാർട്ടേഴ്സും ഉണ്ടായിരുന്നു. ഒരു ചിക്കൻ ലോലിപോപ്പും പിന്നെ ഒരു കോളിഫ്ലവറിൻ്റെ ഒരു സ്റ്റാർട്ടറും ആയിരുന്നു. ആ ചിക്കൻ ലോലിപോപ്പ് ഒരു രക്ഷയില്ലായിരുന്നു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഫുഡെല്ലാം സ്പോൺസർ ചെയ്തത് അൽസൈദ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. അതുകൊണ്ട് അവരുടെ തന്നെ ആയതുകൊണ്ട് പിന്നെ ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ലായിരുന്നു. പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ആവാൻ വേണ്ടി പോവുമായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ സൊറ പറഞ്ഞിരിക്കുകയായിരുന്നു. അതെ, ചെറുതായിട്ട് പ്രോഗ്രാം തുടങ്ങാൻ സമയം എടുക്കുന്നുണ്ട്. നമ്മൾ പതുക്കെ 3-4 പിക്സ് ഒക്കെ എടുത്തിട്ട് ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഫൈനലി പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. വളർന്നു വരേണ്ടത് നേരിട്ട് പറഞ്ഞ് പിന്നെ ഞങ്ങൾ വിളിച്ച് നിർബന്ധിച്ച് ഇങ്ങോട്ട് വന്നതാണ്. അല്ലാതെ ഷാനിക്കാക്ക് വേണ്ടി വരാൻ താല്പര്യം നിർബന്ധിച്ച് വന്നതാണ്. പക്ഷേ ഷാനിക്കാട് സംസാരിക്കുന്ന കാര്യം പറഞ്ഞില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയൊരു സർപ്രൈസ് ആണ്. അപ്പോൾ ഷാനിക്കാട് എല്ലാവർക്കും അറിഞ്ഞോളന്നില്ല. പക്ഷേ ഷാൻ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇത് എല്ലാ മലയാളീസിനും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം ഒരുവിടെ എല്ലാ പരിപാടിക്കും ഷാനിക്കാനെ എന്നെ സ്പോൺസർ ചെയ്യുന്നത് ഞാൻ കാണലും. ആ ഒരു ധൈര്യത്തിന്റെ പുറത്താണ് ഷാനിക്കാൻ്റെ അടുത്ത് പോയി ചോദിച്ചത്. ഷാനിക്കൊന്നും നോക്കാതെ നമുക്ക് തന്നത്. ഇയാൾക്ക് കൊടുത്തു. ഇയാൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വീടാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വെസ്റ്റ് ഇൻഡീസ്കാരനാണ് എനിക്ക് ആദ്യത്തെ പ്രോപ്പർട്ടി തന്നത്. ഞാൻ ഈ പ്രോപ്പർട്ടി ബിസിനസ്സിൽ ഏകദേശം 22-23 വർഷമായി. ഓക്കെ, ഷാൻ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്തത് 2008-ലാണ്. ഇന്ന് ഞങ്ങൾ ഏകദേശം ഓവർ 800 പ്രോപ്പർട്ടീസ് മാനേജ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഏകദേശം 20 to 30 സ്റ്റാഫ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഠിനാധ്വാനം. എൻ്റെ ഏറ്റവും ഓൾഡ് സ്റ്റാഫ് 18 years ആണ്, ന്യൂവർ സ്റ്റാഫ് 6 years.
അപ്പോൾ സ്റ്റാഫിനെ പോലും നമ്മളൊരു ഫാമിലിയെ പോലെയാണ് കാണുന്നത്. കാരണം എല്ലാവരോടും പറയുന്നത് നമ്മുടെ കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഫാമിലി. ഒരു വ്യക്തിനെ കൊണ്ട് ഒരു കമ്പനി ഒരിക്കലും നടത്താൻ പറ്റില്ല. ആ കമ്പനിയിലുള്ള സ്റ്റാഫിന്. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ ഐറ്റമായ ലഞ്ചായിരുന്നു. അടിപൊളി ലഞ്ചായിരുന്നു. അൽസെയ്ത്തിലെ സ്പെഷ്യലായ ബീഫ് സുർബിയാനും നെച്ചോറും ബീഫും ചിക്കനും അങ്ങനെ എല്ലാവിധ ഐറ്റംസും ഉണ്ടായിരുന്നു. വിത്ത് ഡെസേർട്ട്സ് ഉണ്ടായിരുന്നു. ഡെസേർട്ട്സ് നമുക്ക് കുൽഫി ആയിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തില്ല കഴിക്കുന്നതിൻ്റെ ആ ഒരു തിടുക്കത്തിൽ. സോ നമ്മൾ അടിപൊളി ഫുഡും പിന്നെ നല്ല അടിപൊളി വൈബും പിടിച്ചിരുന്ന് ഇങ്ങനെ കഴിച്ചു. ഇവിടെ വന്നുകൊണ്ട് നമുക്ക് ഒരുപാട് ക്രിയേറ്റേഴ്സിനെ കാണാൻ പറ്റി. ലിൻഡു റോണി ചേച്ചിനെ കാണാൻ പറ്റി. ഭയങ്കര സന്തോഷമായിരുന്നു. സോ നമ്മളെല്ലാ ക്രിയേറ്റേഴ്സും കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബഹളമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ രസം ബാൻഡിൻ്റെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് ആസ്വദിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് അനൂപേട്ടനും മൃദുലേച്ചിയും ഷെഫ് ജോമോനും കൂടെ ചേർന്ന് രസത്തിൻ്റെ പ്രോമോ സോങ് ഉദ്ഘാടനം ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ എല്ലാവരും കാത്തിരുന്ന DJ ആയിരുന്നു നടന്നിരുന്നത്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് അവർ അടിപൊളി വെടിക്കെട്ടൊക്കെ വെച്ച് പരിപാടി അങ്ങ് കളറാക്കി. ശരിക്കും പറയാലെന്ന് ഞാൻ ഈ ദിവസം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് എൻ്റെ ലൈഫിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ഡേ ആയി മാറി. ഈ പരിപാടി ഞങ്ങൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്ത് ക്രിയേറ്റീവ് കണക്ട് UKക്കും ആംഫിനും എല്ലാ സ്പോൺസേഴ്സിനും ഒരുപാട് താങ്ക് യു. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് എല്ലാവരോടും ഒരുമിച്ച് ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ അല്ല വിന്നറാണ്. വിന്നർ ക്രൗൺ ഒക്കെ ഉള്ള പിക്കുണ്ട്. ഇന്നൊരു അടിപൊളി ഡേ ആയിരുന്നു. നമ്മൾ തിരിച്ചു പോകുവാണ്. അപ്പൊ എല്ലാം കഴിഞ്ഞ് അതെ ട്രെയിൻ നിറച്ച് നമ്മുടെ ആൾക്കാരാണ്. നമ്മളെല്ലാവരും തിരിച്ചു. ബൈ.